വർക്ക് അറ്റ് ഹോം ആയാലും വർക്ക് അറ്റ് സ്റ്റുഡിയോ ആയാലും സിസ്റ്റത്തിൽ നിന്നും കണ്ണെടുക്കാതെ ദിയയിരിക്കും. മുഖത്ത് പാടി വരികയോ കണ്ണിന് ക്ഷീണമോ തോന്നില്ല. ജെസൽ ഒപ്റ്റിക്കൽസിന്റെ അൺലിമിറ്റഡ് ഫ്രെയിമുകളിൽ നിന്നും മുഖത്തിന് അനുയോജ്യമായ കണ്ണടയാണ് ദിയ തിരഞ്ഞെടുത്തിരിക്കുന്നത്. തിരഞ്ഞെടുക്കാൻ യഥേഷ്ട മോഡലുകൾ, എല്ലാ പ്രമുഖ ബ്രാൻഡഡ് ലെൻസുകളുടെയും ഫ്രെയിമുകളുടെയും അതിശയിപ്പിക്കുന്ന കളക്ഷൻസ്, ഏറ്റവും കുറഞ്ഞ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജെസൽ ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരിവേലിപ്പടി, കൊച്ചി. കന്യാസ്ത്രീകൾക്ക് നീതി ആവശ്യപ്പെട്ട് ആലുവയിൽ അൻവർ സാദത്ത് MLA ഉപവാസം. നിരപരാധികളായ 2 കർത്താവിന്റെ മണവാട്ടികളെ ഛത്തീസ്ഗഡിൽ ബജരംഗ് പ്രവർത്തകരുടെ സമ്മർദ്ദത്തെ തുടർന്ന് എടുത്തുള്ള കേസ് പിൻവലിക്കുക, 9 ദിവസമായി ജയിലിൽ കിടക്കുന്ന കന്യാസ്ത്രീകളെ ജയിൽ മോചിതരാക്കുക എന്ന ആവശ്യങ്ങൾ ഉന്നയിച്ച് രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെ ഉപവാസ സമരം നടത്തി. രാവിലെ 9 മണിക്ക് നിരാഹാര സമരം അദ്വൈത ആശ്രമം സെക്രട്ടറി സ്വാമി ധർമ്മചൈതന്യ ഉദ്ഘാടനം ചെയ്തു. വെള്ളിയാഴ്ചയായതിനാൽ ഉച്ചയ്ക്ക് MLA പള്ളിയിൽ നിസ്കരിക്കാൻ പോയപ്പോൾ അവിടെ വന്ന കന്യാസ്ത്രീകൾ നിരാഹാര സമരം ഏറ്റെടുത്തു. നിരപരാധികൾ ശിക്ഷിക്കപ്പെടുമ്പോൾ അവർക്ക് വേണ്ടി പട്ടിണി കിടന്നു സമരം ചെയ്യുന്നത് ഒരു ജനപ്രതി നടത്തുന്ന സമരം അധികൃതരുടെ കണ്ണുകൾ തുറക്കാൻ കാരണമാകട്ടെ എന്ന് സ്വാമി അഭിപ്രായപ്പെട്ടു. യോഗത്തിൽ വിവിധ വിഭാഗത്തിൽപ്പെട്ടവർ ആശംസാ പ്രസംഗങ്ങൾ നടത്തി. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ അനവധി പേർ നിരാഹാരം ഇരിക്കുന്ന MLA ഷാൾ അണിയിച്ചു നിരാഹാര സമരത്തിൽ പങ്കെടുത്തു. MLA മാരായ TJ വിനോദ്, അഡ്വക്കേറ്റ് എൽദോസ് കുന്നപ്പള്ളി, ഉമാ തോമസ്, വിവിധ മേഖലയിൽപ്പെട്ട ഡോക്ടർ ടോണി ഫെർണാണ്ടസ്, യുഹാനന്മാർ, പോളികാർപ്പോസ്, DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്, ഫാദർ ജോസ് കരിമത്തി, ഫൈസൽ ഹസരി, ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് ചിറ്റലപ്പള്ളി, അൻവർ, ഫാദർ ജോസ് തോലിക്കര, സിസ്റ്റർ പ്രതാഗ്രൌസ്, ഫാദർ ജോയ് കണ്ണമ്പുഴ, ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ, ശ്രീമൂലനഗരം മോഹനൻ. യോഗത്തിൽ ആലുവ നഗരസഭ ചെയർമാൻ MO ജോൺ അധ്യക്ഷത വഹിച്ചു. വൈകിട്ട് 5 മണിക്ക് മെത്രാൻ മാർഷകത്ത് നാരങ്ങാനീര് നൽകി നിരാഹാര സമരം അവസാനിപ്പിച്ചു. മറ്റു സംസ്ഥാനങ്ങളിൽ കുഷ്ഠരോഗികളെ അന്വേഷിച്ചു പോയി കണ്ടെത്തി ഏർപ്പെടുത്തിയ അംഗങ്ങളാണ് ഈ 2 സഹോദരിമാർ. മുമ്പ് ഞാൻ നാട്ടുകാരിലെ പ്രവർത്തിപ്പിച്ച ഒരു സംഘടനയെ കുറിച്ച് കേൾക്കുമെന്ന് അവരോട് പറയുന്നു. അവരോട് വൃത്തബന്ധത്തിന്റെ കുറ്റവാളികളെ എടുത്തിരിക്കുകയാണ്. ഇന്ത്യ നാട്ടിൽ എല്ലാവരും വഹിക്കുന്നുണ്ട്. ഒരേ കേരളത്തിൽ ധാരാളം കൂടുതലുണ്ടായിരുന്ന കാലഘട്ടത്തിലാണ് ഒരു കേന്ദ്രമന്ത്രി പറഞ്ഞു, എന്ത് പറഞ്ഞു? അയ്യോ, കോടതിയിലിരിക്കുന്നു, ഞങ്ങൾക്ക് ഇടപെടാൻ പറ്റുന്നില്ല. അതൊക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് ഉള്ളത്. എന്തേ കോടതിയിലേക്ക് പോകുന്നതിന് മുമ്പ്, കേസെടുക്കുന്നതിന് മുമ്പ് ഇവരുടെ കാതുകളെല്ലാം അടഞ്ഞുപോയോ? ഞാൻ ചോദിക്കുകയാണ്. ഈ മന്ത്രിയുടെയും ഈ നേതാവിന്റെ എല്ലാം കാതുകൾ കേട്ടില്ലേ? ഈ കരച്ചിലിന്റെ, ഈ പ്രയാസത്തിന്റെ, ഈ കേരളത്തിന്റെ പ്രയാസം ഇവരാരും കേട്ടില്ലേ? അപ്പോൾ കാതുകളെല്ലാം അടഞ്ഞിരുന്നു പോയി. ആ അടക്കുന്നത് എന്താ? വിഷമാണ്. വിഷം വന്നിങ്ങനെ അടഞ്ഞു ചേരുമ്പോഴാണ് ഇതൊന്നും കേൾക്കാതെ വരുന്നത്. പിന്നീട് കോടതിയിലായപ്പോൾ കോടതിയിലാണ്, ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ല. പിന്നീട് ഞങ്ങൾ കേട്ടു, ഇതാ ഞങ്ങൾ ഡയറക്ഷൻ കൊടുക്കാൻ പോകുന്നു എന്ന് കേട്ടു. ഇന്നിപ്പോ വാർത്ത വരുന്നു, NIA കോടതിയിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ വക്കീല് അതിനെ എതിർത്തു. ഞങ്ങള് ഇവിടെ അച്ഛനും പറഞ്ഞു, മറ്റൊരു സിസ്റ്റേഴ്സുമാരൊക്കെ പറഞ്ഞു, അവിടെ ജാമ്യം കിട്ടൽ മാത്രമല്ല ഈ സമരത്തിന്റെയും ഈ പ്രതിഷേധത്തിന്റെയും അവസാന വാക്ക്. അവിടെ കള്ളക്കേസിൽ കുടുക്കിയ അവരെ ആ കേസിൽ നിന്നും മുക്തരാക്കുക. അതാണ് കേരളം പറയുന്നത്, ജനാധിപത്യ ഇന്ത്യ പറയുന്നത്. ന്യൂസ് ബ്യൂറോ, ആലുവ.